റബീഉൽ അവ്വൽ മാസത്തിലോതുന്ന 5 ഖുതുബകളുണ്ട്. ഈ 5 ഖുതുബകളിലും മൗലിദുൻ നബി എന്ന ഒരു അധ്യായമില്ല. മറിച്ച് ആദ്യത്തെ 2 അധ്യായം ഏതാണെന്നറിയുമോ? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനെ കുറിച്ചല്ലേ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ഖുതുബയിൽ പറയുന്നത് എന്താണെന്നറിയോ? വലഖദ് അതാഹു ഫീ മിസ്ലി ശഹരിക്കും ഹാദാ മിൻ റുസുലിഹി റബ്ബിഹിൽ കിറാം. നബി തങ്ങളുടെ അടുക്കലേക്ക് ഇതേപോലത്തെ ഒരു മാസത്തിലാണ് റൂഹിനെ പിടിക്കുന്ന മലക്ക് വന്നത്. സുബ്ഹാനല്ലാഹ്. മിമ്പറിൽ നിന്ന് ഉസ്താദ് ഓതുന്ന ഖുതുബയിൽ എന്താ? വലഖദ് അതാഹു ഫീ മിസ്ലി ശഹരിക്കും ഹാദാ മിൻ റുസുലി റബ്ബിഹിൽ കിറാം. മാന്യന്മാരായ മലക്കുകളില്ലേ, അവര് നബി തങ്ങളുടെ റൂഹ് പിടിക്കാൻ വന്നത് ഈ മാസത്തിലാ. അൽ മുബക്കലീന ബിഖബ്ലി നുഫൂസിൽ അനാം. മലക്കുകളില്ലേ, റൂഹിനെ പിടിക്കുന്ന മലക്കുകളില്ലേ, ആ ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ വന്നത് ഈ മാസത്തിലാ. എന്നിട്ട് ഈ ഖുതുബയിൽ പറയുന്നത് എന്താ? വഅലജൂഹാ ലിയുറഹിലൂഹാ ഇലാ റഹ്മത്തിൻ വറിദ്വാൻ. അല്ലാഹുവിന്റെ തൃപ്തിയിലേക്കും അവന്റെ റഹ്മത്തിലേക്കും കൊണ്ടുപോകാൻ അവർ പണി തുടങ്ങി. സുബ്ഹാനല്ലാഹ്. അങ്ങനെ നബിതങ്ങൾ വേദനിക്കുകയല്ലേ, നബിതങ്ങൾ കരയുകയല്ലേ. ഇവിടെ കൂടിയിരിക്കുന്ന യുവാക്കളോട് ഞാൻ പറയട്ടെ, റബീഉൽ അവ്വൽ മാസം വരുമ്പോ നബിതങ്ങളുടെ വീട്ടിലെ അവസ്ഥ എന്താ? നബിതങ്ങളുടെ വീട്ടിലെ സ്ഥിതി എന്താ? അവിടെ കൊട്ടും കൊരവയുമില്ല, അവിടെ ലൈറ്റില്ല, അവിടെ കുലാബിയില്ല, അവിടെ പായസമില്ല, അവിടെ ദഫ്മുട്ടില്ല. നബിതങ്ങളുടെ റൂമിലതാ നബിതങ്ങളുടെ കിടക്കയിൽ കിടക്കുകയല്ലേ. നബിതങ്ങൾക്ക് ഒന്നിനും സാധിക്കുന്നില്ല. നബിതങ്ങൾ കരയുകയല്ലേ, നബിതങ്ങൾ വേദനിക്കുകയല്ലേ. റബീഉൽ അവ്വൽ മാസത്തിൽ നബിതങ്ങളുടെ വീട്ടിൽ മരണമാ. അവിടെ മരണത്തെക്കുറിച്ചുള്ള ചിന്തയല്ലേ, അവിടെ വേദനയല്ലേ, അവിടെ സങ്കടമല്ലേ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒന്ന് നിങ്ങൾ ചിന്തിക്കണേ. നബിതങ്ങളുടെ അടുക്കലേക്ക് മലക്കുകൾ വന്ന് നബിതങ്ങളുടെ റൂഹിനെ അങ്ങ് പിടിച്ചുകൊണ്ടുപോകുന്ന രംഗമതാ. അത് ഈ ഖുതുബയിൽ വിശദീകരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൂഹിനെ അങ്ങ് പിടിക്കുമ്പോ അവിടെ വെച്ച് വീണ്ടും നമ്മളെ പഠിപ്പിക്കുകയാ. നബിതങ്ങളുടെ നെറ്റിത്തടം വിയർത്തുകൊണ്ടിരിക്കുന്നു, നബിതങ്ങളുടെ വെറ്റിത്തടം വിയർത്തുകൊണ്ടിരിക്കുന്നു. വതഖൽഖത്തിൽ അഅ്ദാഉ വല്ലൗസാൽ. നബിതങ്ങളുടെ അവയവങ്ങളും അംഗങ്ങളും നൊമ്പരപ്പെട്ടപ്പോ വറശഹൽ ജബീനു ലികർബിസ്സിയാഖ്. ആ സന്ദർഭത്തിന്റെ വേദന കൊണ്ട് നബിതങ്ങളുടെ നെറ്റിത്തടം വിയർത്തുപോയി. നബിതങ്ങളുടെ വെറ്റിത്തടം ഇങ്ങനെ വിയർത്തുകൊണ്ടിരിക്കുകയല്ലേ. വആദന റസൂലുള്ളാഹ്. അവിടെ വെച്ച് നബിതങ്ങൾ അനുവാദം ചോദിക്കുകയാ. എല്ലാ ഭാര്യമാരോടും അനുവാദം ചോദിക്കുകയാ, മക്കളോട് അനുവാദം ചോദിക്കുകയാ, എല്ലാവരോടും വിട പറയുകയല്ലേ. അടുത്തു നിൽക്കുന്നതാരാ? ഫനാദതുഹു അത്വാഹിറത്തുൽ ബതൂൽ. നബിതങ്ങളുടെ പ്രിയപ്പെട്ട മകളല്ലേ അടുത്തു നിൽക്കുന്നത്. അങ്ങ് മദീനയുടെ റാണിയായ ഫാത്തിമത്ത് ബിൻത്ത് മുഹമ്മദ് റളിയല്ലാഹു അൻഹയല്ലേ. ഫാത്തിമ ബീവി അടുത്തു നിൽക്കുകയാ. നബിതങ്ങൾ വേദന കൊണ്ട് പൊളയുകയല്ലേ. അവിടെ വെച്ച് നബിതങ്ങൾ വിളിച്ചു പോയി. ഫാത്തിമ ബീവി പറഞ്ഞു പോയി, വാ കർബാ ലികർബിക യാ അബാ. എന്റെ പൊന്നാര പൊന്നുപ്പാ, എന്തു വേദനയാ നിങ്ങൾ അനുഭവിക്കുന്നത്. പൊന്നാര മോള് ചോദിക്കുകയല്ലേ, എന്റെ വാപ്പ എന്തൊരു വേദനയാ നിങ്ങൾ അനുഭവിക്കുന്നത്.
തണുത്തുറഞ്ഞ ഈ രാത്രിയിൽ പോലും അങ്ങയുടെ നെറ്റിത്തടം വിയർക്കുകയല്ലേ? എനിക്കിത് കാണാൻ കഴിയുന്നില്ല നബിതങ്ങളെ. എന്റെ പൊന്നാര വാപ്പ എന്തൊരു വേദനയാ അങ്ങ് സഹിക്കുന്നത്. ഇതങ്ങ് കേട്ടപ്പോ അവിടെ വെച്ചതാ ഫഖദ് ലമ്മഹാ ഫഖദ് വദ്ദഅഹാ ബിളമ്മിഹാ ഇലൈഹി. നബിതങ്ങള് പൊന്നാര മോളെ മാറിലേക്ക് ചേർത്തു വെക്കുകയാ. ഫാത്തിമ ബീവിയെ മാറിലേക്ക് ചേർത്തു വെച്ചിട്ട് പറയുകയാ, എന്തോ ഒരു കാര്യം പറഞ്ഞപ്പോ പ്രിയപ്പെട്ട മോള് കരയുകയല്ലേ. രണ്ടാമത് എന്തോ ഒരു കാര്യം പറഞ്ഞു, അതങ്ങ് കേട്ടപ്പം മോള് ചിരിക്കുകയല്ലേ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പിന്നീട് ചോദിക്കുകയാ, മോളെ ഫാത്തിമ, നിന്റെ പൊന്നാര വാപ്പ എന്താ നിന്നോട് ആദ്യം പറഞ്ഞത്? അത് പറഞ്ഞപ്പോ നീ കരയുകയല്ലേ ചെയ്തത്? ഇതങ്ങ് കേട്ടപ്പോ ഫാത്തിമ ബീവി പറയുകയാ, എന്റെ പൊന്നുപ്പ എന്നോട് പറയുകയാ, എന്റെ മോളെ ഫാത്തിമ, എന്റെ വാപ്പാന്റെ അടുക്കലേക്ക് ഈ പ്രാവശ്യം ഖുർആന് പരിശോധിക്കാൻ 2 വട്ടം ജിബ്രീൽ എന്ന മലക്ക് വന്നു മോളെ. ഇനി ഈ വാപ്പച്ചിക്ക് അധിക നാളില്ല, ഈ പൊന്നുപ്പാനെ ഇനി അധിക നാള് മോള് കാണൂല. ഇതങ്ങ് കേട്ടപ്പോ എന്റെ മനസ്സങ്ങ് തളർന്നു പോയി, എന്റെ കണ്ണുകളെ കൊണ്ട് ഞാനങ്ങ് കരഞ്ഞുപോയി. നബിതങ്ങൾ വഫാത്താകുന്ന കാര്യമല്ലേ പറഞ്ഞത്? ഇത് കേൾക്കുമ്പോ ആരാ കരയാത്തത്? പ്രിയപ്പെട്ടവരെ, ഒരു മുസ്ലിമിന് കരയാതിരിക്കാൻ കഴിയുമോ? ആയിഷ ബീവി നമ്മുടെ ഉമ്മ ചോദിച്ചു പോയി, മോളെ നീ എന്തിനാ ചിരിച്ചത്? എന്റെ വാപ്പ എന്നോട് രണ്ടാമത് പറഞ്ഞു